So black beauty എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ ബ്യൂട്ടി തന്നെ ആയിരിക്കും. ബ്ലാക്ക് ബ്യൂട്ടി മീൻസ് ഇറ്റ്സ് മോർ ബ്യൂട്ടിഫുൾ. അങ്ങനെയുള്ളൊരു കാറാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ള മെർസിഡീസ് ബെൻസിൻ്റെ CLS. CLS എന്ന് പറയുമ്പോൾ മെർസിഡീസിൻ്റെ തന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ കാർസാണ്. അവരുടെ ഏറ്റവും ഡിസൈൻ ലാംഗ്വേജ് പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യാറുള്ളതും ഇൻട്രൊഡ്യൂസ് ചെയ്യാറുള്ളതും CLSലാണ്. ഇന്നിപ്പോൾ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള ലേറ്റസ്റ്റ് 3rd ജനറേഷൻ CLS. ഇത് തന്നെയാണ് മെർസിഡീസിൻ്റെ പുതിയ ഡിസൈൻ ഫിലോസഫി ഇൻട്രൊഡ്യൂസ് ചെയ്ത കാറ്. ഇനിയും പുതിയ കാറുകളെല്ലാം വരുന്നത് തന്നെ ഈ ഒരു ഡിസൈൻ ഫിലോസഫി ബേസ് ചെയ്തിട്ടായിരിക്കും. സോ we'll introduce the CLS 300D. Welcome to Autograph. ഫോട്ടോ കൂപ്പെ എന്ന ഫോമാണ് CLSലൂടെ മെർസിഡീസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ചില ഫോംസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ എല്ലാവരും തന്നെ അത് ഫോളോ ചെയ്യാറുണ്ട്. അങ്ങനെ ഫോളോ ചെയ്തിട്ടുള്ള ഒരു ഫോമാണ് ഈ ഒരു ഫോം. ഇന്ന് പറയാൻ നമുക്ക് ജർമ്മൻ റൈവൽസും മറ്റുള്ള റൈവൽസ് എല്ലാം തന്നെ ഈ ഒരു ഫോം ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പം BMW 6 സീരീസ്, ഇപ്പം 8 സീരീസ് എന്ന് പറയുന്ന ഗ്രാൻഡ് കൂപ്പെ ഉണ്ട്. അതുപോലെ തന്നെ Audiയുടെ A7 ഉണ്ട്, ആസ്റ്റൺ മാർട്ടിൻ റാപ്പിഡ് ഉണ്ട്, പാനമേര. ഇതെല്ലാം തന്നെ ആ ഫോട്ടോ കൂപ്പയുടെ ഒരു ഫോമൊന്നും വന്നിട്ടുള്ള വെഹിക്കിൾസാണ്. എന്നാൽ അവരും അവരുടെ USB കൊണ്ടുവന്നെങ്കിലും മെർസിഡീസ് അവരുടെ ക്ലാസിക് USB നിലനിർത്തിയിട്ടുണ്ട്. ഇന്നും തന്നെ ആ ഒരു ഫോട്ടോ കൂപ്പെ സിഡാൻ ഫോം തന്നെയാണ് CLS ഉള്ളത്. സോ CLS ബേസിക്കലി ബേസ് ചെയ്യുന്നത് ക്ലാസിൻ്റെ പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ ആദ്യം CLS വന്ന മുതൽ തന്നെ ക്ലാസിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് CLS വന്നിട്ടുണ്ടായിരുന്നത്. എന്നാൽ CLS എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും S ആയിട്ട് റിലേറ്റ് ചെയ്യാൻ നോക്കാറില്ല. ബേസിക്കലി ക്ലാസിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് ഇതുള്ളത്. അതുകൊണ്ട് തന്നെ ഡയമെൻഷൻസ് എല്ലാം തന്നെ മോർ കോസ്റ്റ്ലി ടു ദ ക്ലാസ് ആണ്. പക്ഷേ ക്ലാസിൻ്റെ കസ്റ്റമേഴ്സിനെല്ലാം ആക്ച്വലി ഈ CLSൽ ടാർഗറ്റ് ചെയ്യുന്നത്. CLS ടാർഗറ്റ് ചെയ്യാറുള്ള കുറേ കൂടി യങ് സ്റ്റൈൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമേഴ്സിനെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു യുണീക്നെസ് ഇപ്പോഴും നിലനിർത്തിയിട്ടുള്ളത്. ആ യുണീക്ക് ക്യാരക്ടറും അതുപോലെ തന്നെ യുണീക്ക് ഫോമും എല്ലാം തന്നെയാണ് CLSൻ്റെ എന്നത്തെയും അട്രാക്ഷൻ. മെർസിഡീസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ഡിസൈൻ ഫിലോസഫി എന്ന് പറയുന്നത് സെൻഷ്വൽ പ്യൂരിറ്റി എന്ന് പറയുന്ന ഡിസൈൻ ഫിലോസഫിയാണ്. ആ പ്യൂരിറ്റി നമുക്ക് ഇതിൻ്റെ ബോഡിയിൽ കാണാൻ പറ്റും. സെൻഷ്വൽ പ്യൂരിറ്റി പറഞ്ഞാൽ ഹോട്ട് ആൻഡ് കൂൾ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ആ ഒരു ഡിസൈൻ ഫോമാണ് ഇതിലുള്ളത്. ഇപ്പോൾ ഫ്രണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന പുതിയൊരു ഗ്രിൽ ട്രീറ്റ്മെൻറ്റ്, ഇൻവേഴ്സ് ഗ്രിൽ ട്രീറ്റ്മെൻറ്റ്, ഗ്രിൽ എന്ന് പറയാറുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് ഗ്രിൽ എന്നും പറയാറുണ്ട്. ഇത് കാണിക്കുന്ന കുറേ കൂടി അഗ്രസീവ് ആയിട്ടുള്ളൊരു ഗ്രിൽ ട്രീറ്റ്മെൻറ്റാണ്. ഇന്നിപ്പോൾ നമുക്കറിയാം പല കാസിലും ഈ ഒരു ഗ്രില്ല് ഇന്റർനാഷണലി ഉണ്ട്, പുതിയ വരുന്ന ക്ലാസ്സിലും എല്ലാം തന്നെ വരാനുണ്ട്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ്സും കുറേ കൂടിയും ഷാർപ്പർ ആയിട്ടുള്ള സ്ലീക്ക് ആയിട്ടുള്ള ഹെഡ്ലൈറ്റാണ്. ഇപ്പോൾ ഈ ഡേ ടൈം റണ്ണിംഗ് ലൈറ്റ് ട്രീറ്റ്മെൻറ്റും മൾട്ടി ബീമെല്ലാം വന്നിട്ടുള്ള ഒരു സ്ലീക്ക് ഹെഡ്ലൈറ്റാണ്. ഈ ഒരു ഗ്രില്ല് കഴിഞ്ഞാൽ താഴെ വരുന്ന ബമ്പറും വലിയൊരു എയർവെൻ ബമ്പറാണ്. ഇവിടെ ഒരു ലിപ്പ് വരുന്നുണ്ട്, ക്രോം എലമെൻ്റാണ്. ഈ ഫ്രണ്ട് മൊത്തത്തിൽ തന്നെ ഒരു ഷാർപ്പറായിട്ട് സ്ലീക്കായിട്ടുള്ള മോർ അഗ്രസീവ് ഫേസാണ് CLSലേക്ക് വന്നിട്ടുള്ളത്. സാധാരണ മോക്കിൽ എപ്പോഴുള്ള ഒരു സ്മൈലിംഗ് ഫേസ് മാറി കുറേ കൂടി ഒരു അഗ്രസീവ് ഫേസാണ് CLSൻ്റെ അട്രാക്ഷൻ. അതുപോലെ തന്നെ ഒരു അട്രാക്ഷനാണ് ഈ ലോങ് ഹുഡ്. ഈ ലോങ് ഹുഡും തന്നെ വേറെ ഒരു ക്യാരക്ടർ ലൈനും ഇല്ലാതെ സെൻട്രൽ ലൈനോട് മാത്രം വന്നിട്ടുള്ള ഒരു ക്ലീൻ ഡിസൈനാണ്. അതാണ് സെൻഷ്വൽ പ്യൂരിറ്റിയിൽ വരുന്ന ഡിസൈൻ ഫിലോസഫി. CLSനെ ക്രോസ് ഓവർ ആക്കി മാറ്റുന്ന എലമെൻറ്റ് സൈഡ് പ്രൊഫൈലിലാണ്. ഫ്രണ്ടും റിയറും കണ്ടാൽ നമുക്ക് സിഡാൻ ഫോമുള്ള, പക്ഷേ സെൻറ്ററിൽ വരുമ്പോഴാണ് ആ കൂപ്പേ ലൈക്ക് ഫീൽ ഉള്ളത്. ബേസിക്കലി കൂപ്പേ എന്ന് പറയുമ്പം ചെറിയ സിലൗട്ടോടി റൗണ്ട് റൂഫ് ലൈനുള്ള വെഹിക്കിൾസാണ് കൂപ്പേ. അപ്പോൾ കൂപ്പേൻ്റെ റൂഫ് ലൈൻ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് ഇതിനെ ഡിഫറെൻ്റ് ആക്കുന്നത്. 4 ഡോർ കൂപ്പേ എന്ന് പറയുന്ന ഭാഗം, അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു ഫ്രെയിംലെസ് ഡോർ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ റിയറിലാണെങ്കിലും ഫ്രെയിംലെസ് ഡോറാണുള്ളത്. അത് കൂപ്പേ ഫോമിൻ്റെ ഒരു ഭാഗമാണ്. പുതിയ CLSൽ വന്നിരിക്കുന്ന കാര്യം ഒന്ന് ഈ സൈഡ് മിററാണ്. സെപ്പറേറ്റ് ആയി നിൽക്കുന്ന ഒരു സൈഡ് മിററാണ്. കുറേ അട്രാക്റ്റീവായി നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഷേപ്പ് സാധാരണ മോക്കിലുള്ള ഷേപ്സ് ആണെങ്കിലും ആ ഒരു സ്റ്റാൻഡിങ് പൊസിഷനാണ് ഡിഫറെൻ്റ് ആക്കിയത്. പിന്നെ വന്നിരിക്കുന്ന ഒരു എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ ലൈൻസ് ഒന്നും ഇല്ലാത്ത ഒരു സൈഡ് പ്രൊഫൈലാണ്. ക്ലീൻ ആയിട്ടുള്ള സൈഡ് പ്രൊഫൈൽ. ഇവിടെ ഒന്നും തന്നെ ഒരു ലൈൻസ് ഇല്ല. നേരത്തെ ഡ്രോപ്പിംഗ് ലൈൻ ഉണ്ടായിരുന്നു, അതൊന്നുമില്ല. ബോഡി ശരിക്കും സ്ക്ലബ്റ്റ് ചെയ്തിട്ട് ഷേപ്പാക്കി മാറ്റിയത്. താഴെ ഒരു ഡൈനാമിക് ലൈൻ മാത്രമേ ഉള്ളൂ. അതും കുറേ പ്രോഗ്രസീവ് ഫീൽ കിട്ടാനാണ്. സൈഡ് പ്രൊഫൈൽ ത്രൂ ഔട്ട് ആ ഒരു ഷേപ്പ് നിലനിർത്തി വന്നു. റിയറിലേക്ക് ഒരു ഹിപ്പ് ഫോർമേഷനോട് കൂടിയിട്ട് വരുന്നത്. ഈ ഒരു സിലൗട്ട് മാച്ച് ആവുന്ന രീതിയിൽ ബൂട്ടിലേക്കും വന്നിട്ടുണ്ട്. ഈ ഒരു എലമെൻ്റാണ് ബേസിക്കലി സൈഡ് പ്രൊഫൈലിനെ ഡിഫറെൻ്റ് ആക്കുന്നത്. ഇനി വരാൻ പോകുന്ന സെൻഷ്വൽ പ്യൂരിറ്റിയിൽ ഈ ഒരു സൈഡ് പ്രൊഫൈൽ ട്രീറ്റ്മെൻറ്റ് ആണെങ്കിലും കുറേ വെഹിക്കിൾസ് നമുക്ക് ചെറിയ ബെൽറ്റ് ലൈൻ ഷോൾഡറിൽ കാണാൻ പറ്റും. അത് നമുക്ക് വരുമ്പോൾ തന്നെ കാണാം. പുതിയ SLെല്ലാം ശരിക്കും കാണാവുന്ന എലമെൻ്റാണ്. പക്ഷേ ബേസിക്കലി ഈ ഒരു ഡിസൈൻ ഫോം ലൈനൊന്നും ഇല്ലാത്തൊരു ഷേപ്പിംഗ് ആണ് പുതിയ മെർക്കിൻ്റെ ഡിസൈൻ ഫോം. അതാണ് CLSലുള്ളത്. റിയറിലേക്ക് വരുമ്പോൾ ഞാൻ ഈ സൈഡ് പ്രൊഫൈൽ വീണ്ടും പറയാം. സൈഡിൽ റിയർ ഹിപ്പ് വന്നിരിക്കുന്നതാണ് മെർസിഡീസിൻ്റെ ഏറ്റവും പുതിയ ഡിസൈൻ ഫിലോസഫിൻ്റെ ഒരു ഭാഗം.
ഇത് ബേസിക്കലി ഈ ഒരു സ്ക്ലപ്റ്റിംഗ് ആണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ, ഈ ഒരു ഷേപ്പ് നിലനിർത്തി. അത് ഇനി പുതിയ വരുന്ന സിഡാൻസിലും SUVs എല്ലാം നമ്മൾ കാണുന്ന സാധാരണ സ്പോർട്സ് കാറിൽ കാണുന്ന ഒരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു ഫോർമേഷനിൽ നിന്ന് വന്നിട്ടാണ് റിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. റിയറിൻ്റെ വരെ ഒരു ലൈനും ഇല്ലാത്തൊരു ബോഡിയാണ്. ഇവിടുന്ന് ഒരു ലൈൻ സ്റ്റാർട്ട് ചെയ്ത് ഒരു ബൂട്ട് ലൈനായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ടെയിലായിട്ടും സ്ലീക്കറായിട്ടുണ്ട്, ഒരു ഹൊറിസോണ്ടൽ ടെയിലായിട്ടും അതുപോലെ തന്നെ ബൂട്ടിലേക്ക് സ്പ്ലിറ്റ് ചെയ്ത് നിൽക്കുന്ന ടെയിലൈറ്റ് ട്രീറ്റ്മെൻറ്റാണ് CLSൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് തന്നെയാണ് ഇനി വരാൻ പോകുന്ന പല കാസിലും മെർക്കിൽ നമുക്ക് കാണാൻ വരുന്നത്. പുതിയ A ക്ലാസ് ലിമോസിൻ സിഡാൻ വരുന്നത് മുതൽ E ക്ലാസ് ആവട്ടെ പുതിയ S ക്ലാസ് വരാൻ പോകുന്നതിൽ വരെ നമ്മൾ കാണാൻ പോകുന്ന ഈ ഒരു ടെയിലൈറ്റ് ട്രീറ്റ്മെൻറ്റാണ്. പിന്നെ വന്നിരിക്കുന്നത് ക്ലീൻ ആയിട്ടുള്ളൊരു ബൂട്ട് ലിഡാണ്. ബൂട്ട് ലിഡും പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. താഴേക്കായിട്ടുണ്ട് രജിസ്ട്രേഷൻ പ്ലേറ്റിൻ്റെ ഭാഗം, അത് ഒരു ബമ്പറിലേക്ക് നിൽക്കുന്നത്. പിന്നെ 2 എക്സോസ്റ്റ് നിൽക്കുന്നുണ്ട്. ഈ 300 വന്നിരിക്കുന്നത് ശരിക്കും ഡമ്മി എക്സോസ്റ്റാണ്, റിയൽ എക്സോസ്റ്റ് അല്ല. അത് മാത്രമേ ഉള്ളൂ എനിക്കൊരു ഡ്രോബാക്ക് ആയില്ല. പിന്നെ എനിക്ക് റിയൽ ടെയിലൈറ്റ് ട്രീറ്റ്മെൻ്റ് ആണ് എനിക്ക് മറ്റൊരു കാര്യം ഡൈജസ്റ്റ് ആവാതെ ഇതുവരെ. ഷേപ്പ് എല്ലാം വളരെ അട്രാക്റ്റീവാണ്, ഭയങ്കര 3D എഫക്റ്റ്. പക്ഷേ ആ ഒരു ഷേപ്പിൻ്റെ ഒരു കൺവേർഷൻ, ഒരു ഷാർപ്പായി നിൽക്കുന്ന ഒരു പോർഷൻ എനിക്കിപ്പോഴും ഫുള്ളി ഡൈജസ്റ്റഡ് അല്ല ബേസിക്കലി. ബാക്കിയെല്ലാം തന്നെ നമ്മൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു വന്നു. ഫസ്റ്റ് നമ്മൾ കാണുമ്പം അത്ര അട്രാക്റ്റീവായി തോന്നാത്തൊരു ഡിസൈൻ വീണ്ടും നമ്മൾ ഗ്രോ ചെയ്ത് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഡിസൈൻ ഫോമാണ് ഇന്നിപ്പം ബേസിക്കലി മെർക്ക് ഫോളോ ചെയ്യുന്നത്. മെർക്ക് മാത്രമല്ല മറ്റുള്ള എല്ലാ കാസിലും നമുക്ക് അങ്ങനത്തെ ഒരു ഡിസൈൻ ഫിലോസഫി ഇപ്പോൾ ബേസിക്കലി കാണാൻ പറ്റും. ഇപ്പോൾ പുതിയ BML വരുമ്പോൾ വലിയ ഗ്രില്ലെല്ലാം നമുക്ക് ആദ്യം ഡൈജസ്റ്റഡ് ആവുന്നില്ല, പിന്നീട് അത് ഇഷ്ടപ്പെടുന്ന രീതിയാണ് കാണുന്നത്. സോ അതാണ് CLSൻ്റെ ഒരു അട്രാക്ഷൻ. CLS എന്ന് പറയുമ്പോൾ ബേസിക്കലി ഞാൻ പറഞ്ഞ പോലെ ഒരു 4 ഡോർ കൂപ്പേ ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്ത മോഡലാണ്. അതിന്നും അങ്ങനെ തന്നെ നിലനിർത്തുക. CLSൻ്റെ ഒരു പ്രാക്ടിക്കൽ എലമെൻറ്റ് ബൂട്ട് ലിഡാണ്. ബൂട്ട് തുറന്നു കഴിഞ്ഞാൽ വലിയൊരു ബൂട്ട് സ്പേസ് ഉണ്ട്, വൈഡായിട്ടുള്ള ബോട്ടാണ്. പക്ഷേ ഡ്രോബാക്കായി നിൽക്കുന്ന ഈ ഡീപ്പായിട്ടുള്ള വെല്ലാണ്. ഇത്രയും റേസ് വയ്ക്കുന്ന ബൂട്ട് ലിഡ് ആയതുകൊണ്ട് തന്നെ ഒരു സാധനം വെക്കണമെങ്കിൽ നമ്മൾ പൊക്കിയിട്ട് വെക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്. അതാണ് ഒരു ഡ്രോബാക്കായി നിൽക്കുന്നത്. ആ ബൂട്ടിൻ്റെ ഡിസൈൻ അങ്ങനെ ആയതുകൊണ്ട്. പക്ഷേ ബൂട്ട് ശരിക്കും പറഞ്ഞാൽ നല്ല ഡീപ്പായിട്ടുള്ള വൈഡായിട്ടുള്ള ബൂട്ടാണ്. ഒരു നല്ലൊരു വീക്കെൻഡ് ലഗേജ് എല്ലാം ഫുള്ളി ഫില്ല് ചെയ്യാവുന്ന തരത്തിലുള്ള. പിന്നെ ഒരു ഡ്രോബാക്കുള്ള കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇതിൽ മാനുവലായിട്ടാണ് ആക്ച്വലി ബൂട്ട് ക്ലോസർ വരുന്നത്, ഇലക്ട്രിക്കലി ഇല്ല. അപ്പോൾ നമ്മൾ കൈ കൊണ്ട് തന്നെ അടിക്കണം. പുതിയ CLSൽ നേരത്തെ ഞാൻ ഡ്രൈവ് ചെയ്തിരുന്ന ഡൽഹിയിലായിരുന്നു. അന്ന് കമ്പനി വെഹിക്കിൾ ഡ്രൈവ് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന വീൽ ഡിഫറെൻ്റ്. പക്ഷേ ഇതിൽ വന്നിരിക്കുന്ന കുറേ കൂടി അട്രാക്റ്റീവ് ആയിട്ടുള്ള 5 ട്വിൻ സ്പോക്ക് സ്പോർട്ടി വീലാണ്. ശരിക്കും നല്ലൊരു ബ്ലാക്ക് കളറും ഈ ഒരു വീലും വളരെ മാച്ചിങ് ആണ്. 18 ഇഞ്ച് വീലാണ്, 245/45 ടയേഴ്സാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീല് ഈ ബ്ലാക്ക് കളറിന് മാച്ച് ആയി നിൽക്കുമ്പോൾ അന്ന് ഞാൻ കണ്ട കാറിനേക്കാളും അട്രാക്ഷനിലും പെർസ്പെക്റ്റീവിലും ഭയങ്കര ഡിഫറൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. സോ വീലിൻ്റെ ഒരു റോള് കാറിൻ്റെ ലുക്സിലും സ്റ്റൈലിലും വലിയൊരു എലമെൻ്റാണെന്ന് പ്രൂവ് ചെയ്യുന്നൊരു കാര്യമാണ്. മുമ്പത്തേക്കാൾ ഡിഫറെൻ്റ് ആയിട്ടാണ് ഇൻറ്റീരിയറിലൊരു ട്രീറ്റ്മെൻറ്റ് മെർക്ക് കൊടുത്തിട്ടുള്ളത് CLSൽ. മുമ്പ് ഡിഫറെൻ്റ് ആയിട്ട് വൺ അലോൺ ആയിട്ടുള്ളൊരു ഡിസൈൻ ആയിരുന്നു CLSൽ ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഇതിൻ്റെ പ്ലാറ്റ്ഫോം ബേസ് ചെയ്തിട്ടുള്ള E ക്ലാസ്സിനെ ഒരു ഇൻസ്പയർ ചെയ്തിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ്. നമ്മൾ E ക്ലാസ്സിൽ കണ്ട തരത്തിലുള്ള അതേ ഡിസൈനാണ് വന്നിരിക്കുന്നത്. SLൽ വന്ന സ്പ്ലിറ്റ് ആയിട്ടുള്ള 2 വലിയൊരു LCD ഡിസ്പ്ലേ ഉള്ളൊരു മീറ്റർ കൺസോളും ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റവും, ടോപ്പിൽ വന്നിരിക്കുന്ന ഡിസൈൻ അങ്ങനെ തന്നെ. ഈ താഴെ 4 എയർ വെൻറ്റ് വന്ന SL ഇൻട്രൊഡ്യൂസ് ചെയ്തെങ്കിലും ഈയിൽ വന്നിട്ടുള്ള തരത്തിലുള്ള എയർ വെൻറ്റ് ട്രീറ്റ്മെൻറ്റ് നടുവിൽ ക്ലോക്കില്ലാതെ. പക്ഷേ എയർ വെൻറ്റ് കുറേ കൂടെ സ്പോട്ടിയർ ആയിട്ടുള്ള സ്പോർട്ടി മോഡൽസിൽ വന്നിരിക്കുന്ന ആ ഒരു ജെറ്റ് എഞ്ചിൻ ലൈക്ക് ഫീലുള്ള. താഴേക്ക് വരുമ്പോൾ വളരെ നമുക്ക് പരിചിതമായിട്ടുള്ള സ്വിച്ച് ലേഔട്ടും ഇവിടെയുള്ള ക്ലോക്കും എല്ലാം തന്നെ ഈ ക്ലാസ്സിൽ കണ്ട് പരിചിതമായിട്ടുള്ളത്. എന്നാൽ സ്റ്റിയറിംഗ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. സ്റ്റിയറിംഗ് വന്നിരിക്കുന്ന ഡിസൈൻ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് സാധാരണ ഈ ക്ലാസ്സിൽ കണ്ട ഡിസൈനായി തോന്നുമെങ്കിലും ഇത് കുറച്ചുകൂടെ സ്പോട്ടിയർ ആയിട്ടുള്ള ഒരു സെൻട്രൽ ഹബ്ബോട് കൂടിയുള്ള ഒരു ഡിസൈനാണ്. ടച്ച് ഫങ്ഷൻസ് നമുക്കറിയാം മെർക്കിൽ വരുന്നത്. ഇത് റൈറ്റിൽ ടച്ച് ഈ ഒരു മീറ്റർ കൺട്രോൾ ചെയ്യാനും ലെഫ്റ്റിലത്തത് ഇൻഫോർടൈൻമെൻറ്റ് കൺട്രോൾ ചെയ്യാനുള്ളതാണ്. ഈ ലെഫ്റ്റ് ഇൻഫോർടൈൻമെൻറ്റ് കൺട്രോൾ ചെയ്യാൻ ഇവിടെ ഒരു ടച്ച് പാഡും റോട്ടറി നോബ് വേറെ വരുന്നുണ്ട്. എന്നാൽ നമുക്ക് കുറേ കൂടി കൺവീനിയൻ്റ് ആയിട്ട് സ്റ്റിയറിംഗ് ഒന്ന് കൈയെടുത്തോടെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫീച്ചറാണത്. അത് ഇങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ സീറ്റ്സിനെ കുറിച്ച് പറയുമ്പം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റാണ്. സീറ്റിൻ്റെ ഒരു ലുക്സും നല്ല ഒരു മാറ്റർ ചെയ്തിട്ടുണ്ട്. വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ബേസിക്കലി ഒരു നല്ല സപ്പോർട്ടിങ് സൈഡ് വാളോട് കൂടിയിട്ടുള്ള ഒരു സീറ്റാണ്. അതിൻ്റെ ഒരു സ്റ്റിച്ചിങ്ങും ആ ഒരു ഷേപ്പിംഗ് എല്ലാം തന്നെ വളരെ സ്പോട്ടി ആയിട്ട് സാധാരണ നമ്മൾ കൂപ്പേസിൽ കാണുന്ന ഒരു ഡിസൈനാണ്. സപ്പോർട്ടീവ് സീറ്റാണ്.
ഈ ഒരു ബേജ് കളറിൻ്റെ ഒരു പ്രാക്ടിക്കൽ ഡ്രോബാക്ക് ആണുള്ളത്. വളരെ വൈറ്റ് ആയിട്ടുള്ളൊരു ബേജ് ആണെന്നുള്ളൊരു ഡ്രോബാക്കേ ഉള്ളൂ. പിന്നെ മറ്റൊരു എലമെൻറ്റ് ഞാൻ നേരത്തെ കണ്ട ഒരു CLSനേക്കാൾ ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയുള്ള വുഡ് ട്രിമാണ്. നേരത്തെ തന്നെ ഡ്രൈവ് ചെയ്തിരുന്ന മോഡലിൻ്റെ ഒരു മാറ്റ് ഫിനിഷോട് കൂടിയുള്ള വുഡ് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. പക്ഷേ ഇത് ഗ്ലോസി ആയിട്ടുള്ള ലാക്കർ ഫിനിഷാണ്. ഇത് എനിക്ക് കുറച്ചുകൂടി ഒരു ലക്ഷറിയും എലഗൻറ്റും ഫീൽ ചെയ്യുന്ന രീതിയിലുള്ള ആ വുഡും ബ്രഷ്ഡ് അലൂമിനിയം ഫീലും ഈ ഡബിൾ ടോൺ കളറും എല്ലാം മാച്ചായി നിൽക്കുമ്പം ശരിക്കും ഒരു സുപ്പീരിയർ ലക്ഷറി ഫീൽ ലഭിക്കുന്നുണ്ട്. ഇതിനോട് ആഡ് ഓൺ ചെയ്യാൻ ബർമസിൻ്റെ ഈ ഒരു സ്പീക്കർ ട്രീറ്റ്മെൻറ്റും വളരെ അട്രാക്റ്റീവ് ഉണ്ട്. 2 ഡോറിലും നമുക്ക് ആ സ്പീക്കർ കാണാൻ പറ്റും. സോ ഇതെല്ലാമാണ് CLSൻ്റെ ഫ്രണ്ട് പാർട്ട്. റിയർ ആണ് എല്ലാവർക്കും അറിയേണ്ടി വരിക, അത് ഞാൻ റിയറിന് തന്നെ പറയാം. പഴയ CLSനുണ്ടായിരുന്ന ഒരു ഡ്രോബാക്ക് എപ്പോഴും പറയാറുള്ള റിയർ സീറ്റ് ആയിരുന്നു. വളരെ ക്രാംഡാണെന്നാണ് പറഞ്ഞിരുന്നത്. അതിനൊരു കാരണമുള്ളത് ഒന്നുകൂടെ ലോവർ ആയിരുന്നു അന്നത്തെ കാറ്. രണ്ടാമത്തെ കാര്യം 2 സെപ്പറേറ്റ് സീറ്റായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ ഒരു ബെഞ്ച് സീറ്റാണ് ഉള്ളത്. ബെഞ്ച് സീറ്റിൽ ഒരു 3 പാസഞ്ചേഴ്സിന് ഞാൻ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുമെന്ന് പറയുന്നില്ല, പക്ഷേ 2 പാസഞ്ചേഴ്സ് കംഫർട്ടബിൾ ഇരിക്കാൻ ഇത് വളരെ ഉപയോഗപ്പെടുന്നുണ്ട്. കാരണം ആ ഒരു ക്രാംനെസ് ഒഴിവാകുന്നുണ്ട്, ചെറിയ ബാക്ക് ആകുന്നുണ്ട്. അതിൻ്റെ പുറമേ നേരത്തെ ഉള്ളതിനേക്കാളും ലെഗ് റൂമും ഹെഡ് റൂമും കൂടിയുണ്ട്, ഷോൾഡർ സ്പേസും കൂടിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ റിയർ സീറ്റ് നേരത്തെ ഉള്ളതിനേക്കാളും കംഫർട്ടബിൾ ആണ്. ഇടയ്ക്കെല്ലാം റിയർ സീറ്റ് ഉപയോഗിക്കണം, എന്നാൽ കൂടുതൽ ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലാസിൻ്റെ മറ്റൊരു ഓപ്ഷനായിട്ട് ശരിക്കും കാണാവുന്ന ഒരു മോഡലാണ് CLS. ഇതിൻ്റെ പുറമെ സെൻട്രൽ ആംറെസ്റ്റ് കൂടെ വെച്ച് കഴിഞ്ഞാൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റും. ഈ ഒരു ട്രാൻസ്മിഷൻ ടണൽ വലുതായതുകൊണ്ട് മൂന്നാമതൊരു കുട്ടി ഇരിക്കുകയാണെങ്കിലും ചിലപ്പോൾ നമുക്ക് ലെഗ് സ്പേസ് കുറച്ച് കോംപ്രമൈസും. 2 പേർക്കാണെങ്കിൽ ഒന്നും നോക്കാനുള്ള വളരെ കംഫർട്ടബിൾ ആണ്. റിയറിലേക്ക് AC വരുന്നുണ്ട്. ഇൻ ദിസ് കേസ് ആകെ 2 ടോൺ AC ആണ്. ഫ്രണ്ടിൽ 2 ടോണേ വരുന്നുള്ളൂ. റിയറിലേക്ക് കൺട്രോൾ ഇല്ല, പക്ഷേ AC വരുന്നുള്ളൂ. CLSനെ കുറിച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ക്രോസ് ഓവർ സിഡാനാണ്. സ്റ്റൈലിഷ് എന്ന് പറയുമ്പം സ്റ്റൈല് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഫീൽ ചെയ്യുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കില്ല. കാരണം നമുക്ക് എക്സ്റ്റീരിയർ ഡിസൈനെ കുറിച്ച് കണ്ടു, ഇൻറ്റീരിയർ കണ്ടു, ഇതിലെല്ലാം നമ്മൾ സ്റ്റൈൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഡ്രൈവ് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഫീലാണ്. ആ ഫീല് ഒരു അറ്റൻഷൻ ഗ്രാബിങ് ആയിട്ടുള്ളൊരു ഫീലാണ് എന്നും CLSൽ ഏത് ജനറേഷനിലുണ്ടായിരുന്ന ഒരു കാര്യം. കാരണം അത്രയും ഒരു സ്ലീക്ക് ആയിട്ടുള്ളൊരു ബോഡി ഡിസൈനാണ്. അതിൻ്റെ ഒരു പ്രൊപ്പോർഷനും അതിൻ്റെ ഒരു ഫോമെല്ലാം കാണുമ്പോൾ ശരിക്കും വളരെ പതിഞ്ഞിട്ട് ഒരു സ്പോർട്സ് കാറിന് കിട്ടുന്നൊരു ഫീലാണ് പൊതുവേ CLSന് കിട്ടിയിരുന്നത്. ഇപ്പോൾ പുതിയ മോഡലാണെങ്കിലും നമ്മൾ കണ്ടു എങ്ങനെയാണ് ബോഡി ഫോം ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു വണ്ടിയിലാണെങ്കിലും നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യാൻ തുടങ്ങിയ മുതൽ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു അറ്റൻഷൻ അത് പ്രൂവ് ചെയ്യുന്നൊരു കാര്യമാണ്. നമുക്ക് കിട്ടുന്നൊരു ഐബോൾ അട്രാക്ഷൻ ശരിക്കും വണ്ടിയുടെ ഒരു ഫീല് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിൽ കിട്ടുന്നൊരു ഫീല് നമ്മൾ എപ്പോഴും സ്റ്റൈലിഷ് ആവാന്ന് പറയുന്നത് അറ്റൻഷൻ ഗ്രാബിംഗ് ആണ്. അത് നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ തന്നെ ഞാൻ അനുഭവിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്. ഈ ഡ്രൈവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിൽ വന്നിരിക്കുന്നത് 2 ലിറ്റർ ഡീസൽ എഞ്ചിനാണ്. കോമൺ റെയിൽ ടെക്നോളജിയിലുള്ള മെർസിഡീസിൻ്റെ 2 ലിറ്റർ എഞ്ചിനാണ്. 241 HP ആണ് പവർ. അതുപോലെ തന്നെ 500 Nm ടോർക്കും ഉണ്ട്. ചെറിയ എഞ്ചിനാണ് ബേസിക്കലി. ചെറിയ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കറിയാം എഞ്ചിൻ ഡൗൺ സൈസിങ് ടെക്നോളജിയാണ് എല്ലാവരും ഉപയോഗിക്കുന്നത്. അതിൽ ഇതും BS6 കംപ്ലൈൻ്റ് ആയിട്ടുള്ള എഞ്ചിനാണ്. അപ്പം അതിൻ്റെ എല്ലാ നോംസും മീറ്റ് ചെയ്തിട്ടുള്ള എഞ്ചിൻ തന്നെയാണ്. എന്നാലും 2 ലിറ്റർ എഞ്ചിനിലൊരു 240 HP എന്നെല്ലാം പറയുമ്പോൾ നമ്മൾ പണ്ടും നമുക്കത് ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. 240 HP ഒരു 2 ലിറ്റർ എഞ്ചിനും അതും ഡീസൽ എഞ്ചിനും പ്രൊഡ്യൂസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ അത്രയും ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ എഞ്ചിനോട് മേറ്റ് ചെയ്തിട്ടുള്ളത് 9 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പം നല്ലൊരു ബാലൻസ് ചെയ്തിട്ടുള്ള പവർ ഡെലിവറിയാണ് ഈ പവർ ട്രെയിൻ നൽകുന്നത്. ബാലൻസ് എന്ന് പറയുമ്പോൾ ഈ 2 ലിറ്റർ എഞ്ചിനാണ്. 240 HP പവർ ഉണ്ട്, 500 Nm ടോർക്ക് ഉണ്ട്. അതിൻ്റെ പുറമെ 9 സ്പീഡ് ഗിയർ ബോക്സും കൂടെ ചേരുമ്പം കിട്ടുന്നൊരു എഫിഷ്യൻസി ARI സർട്ടിഫൈ ചെയ്തിട്ടുള്ള 19 km/L ആണ് ഫ്യൂൽ എഫിഷ്യൻസി. അപ്പോൾ അത് നല്ലൊരു ഫിഗേഴ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നു. പ്രാക്ടിക്കലി തന്നെ എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിലും 19 ക്ലെയിം ചെയ്താൽ പ്രാക്ടിക്കലി എന്തായാലും ഒരു 15+ എന്തായാലും കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റൈലിഷ് ആയിട്ട് നടന്നാലും നമ്മളെ പോക്കറ്റ് അധികം ബേൺ ആവാത്ത, അധികം കാശ് നഷ്ടപ്പെടാതെ തന്നെ സ്റ്റൈലിഷ് ആയിട്ട് നടക്കാൻ പറ്റും എന്നുള്ള ഒരു അഡ്വാൻറ്റേജും കൂടെ CLS 300ൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്കൊരു സങ്കടമുള്ളത് എന്താ വെച്ചാൽ CLS എന്ന് പറയുമ്പം മുമ്പെല്ലാം തന്നെ ഇന്ത്യയിൽ വന്നിരുന്നത് പവർഫുൾ എഞ്ചിൻ വേരിയൻസ് ആണ്. ഇത് പവർലെസ് ആണെന്ന് ഞാൻ പറഞ്ഞില്ല, പക്ഷേ കുറേ കൂടെ വലിയ എഞ്ചിൻസ് ഉള്ള പവർ ട്രെയിനിലായിരുന്നു CLS മുമ്പ് വന്നിരുന്നത്. V6 ഉണ്ടായിരുന്നു, V8 ഉണ്ടായിരുന്നു, അത് AMG വേരിയൻ്റ് ആണ്. ഇപ്പോഴുള്ള ഡ്രോബാക്ക് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ വന്നിരിക്കുക ആകെ ഒരു ഡീസൽ വേരിയൻറ്റ് മാത്രമേ ഉള്ളൂ. നേരത്തെ ഉണ്ടായിരുന്ന പോലെ AMG വേരിയൻറ്റും വന്നിട്ടില്ല, വലിയ പെട്രോൾ എഞ്ചിൻസും വന്നിട്ടില്ല.
ഇപ്പോൾ AMG വേരിയന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്ലോബലി തന്നെ മുമ്പുണ്ടായിരുന്ന പോലെ CLSൻ്റെ 63 ഇപ്പം വരുന്നില്ല, ഡിസ്കണ്ടിന്യൂ ചെയ്തു. 63ക്ക് പകരം മെർസിഡസിൻ്റെ തന്നെ AMG GT 4-door ആണ് വന്നിരിക്കുന്നത്. അതും ഈ ഒരു AFC-ഔട്ടുള്ള ഒരു വെഹിക്കിളാണ്. പക്ഷേ AMGയുടെ തന്നെ CLS 53 എന്ന് പറഞ്ഞൊരു വേരിയൻറ്റ് പുറമേ വന്നിട്ടുണ്ട്. അത് ഇന്ത്യയിൽ വന്നിട്ടില്ല. അത് വേറൊന്നുമല്ല, പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഉപയോഗിക്കണമെങ്കിൽ ഡെയിലി കാർ യൂസ് ചെയ്യണമെങ്കിൽ തന്നെ ഇത് നല്ലൊരു പവർ ട്രെയിൻ തന്നെയാണ്. പക്ഷേ നമ്മളെപ്പോലെ ഒരു എന്തൂസിയാസ്റ്റ് അല്ലെങ്കിൽ CLS വാങ്ങുന്ന ഒരു കസ്റ്റമർ പോർട്ട്ഫോളിയോ ഉള്ള ആളുകൾക്ക് കുറച്ചുകൂടി ആപ്റ്റായിട്ട് എനിക്ക് തോന്നിയിരുന്നത് കുറച്ച് പവർഫുൾ ആയിട്ടുള്ളൊരു പെട്രോൾ എഞ്ചിൻ ആയിരിക്കും എന്നുള്ളതാണ്. എനിവേ, അത് മാറ്റി വെച്ച് പ്രാക്ടിക്കലി ഉള്ള കാര്യങ്ങൾ നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ CLS ഡെവലപ്പ് ചെയ്തുള്ള E-ക്ലാസിൻ്റെ പ്ലാറ്റ്ഫോമിലാണ്. അപ്പോൾ E-ക്ലാസ്സിൽ നിന്നും കിട്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്കിവിടെ കോമൺ ആയിട്ട് വരുന്നുണ്ട്. അതിൽ ഇൻറ്റീരിയർ നമ്മൾ കണ്ട പോലെ തന്നെയാണ്. സസ്പെൻഷൻ സിസ്റ്റം വരുന്നതും E-ക്ലാസ്സിന് ഡെവലപ്പ് ചെയ്തുള്ള സിസ്റ്റമാണ്. പക്ഷേ E-ക്ലാസ്സിൽ തന്നെ നമുക്കറിയാം 2 സസ്പെൻഷൻ വരുന്നുണ്ട്. എയർമാറ്റിക് സസ്പെൻഷനുണ്ട്, നോർമൽ സസ്പെൻഷനുണ്ട്. ഇതിൽ വന്നിരിക്കുന്നത് നോർമൽ സസ്പെൻഷനാണ്. എയർമാറ്റിക് സസ്പെൻഷൻ ഈ പറഞ്ഞ പോലെ എക്സ്പെൻസീവ് മോഡൽ വരുന്നത്. അപ്പോൾ പ്രൈസ് മെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വേരിയൻറ്റ് വന്നിട്ടുള്ളത്. അപ്പം സസ്പെൻഷനെ കുറിച്ച് പറയുമ്പോൾ സസ്പെൻഷൻ കുറച്ച് റേസ്ഡ് ആയിട്ടുള്ള സസ്പെൻഷനാണ് ഇന്ത്യയിൽ വന്നിരിക്കുന്നത്. നമുക്ക് പൊതുവേ ഇതൊരു ലോ കാറാണെങ്കിലും കുറച്ച് റേസ്ഡ് ആയിട്ടാണ് ഇന്ത്യൻ റോഡിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ എയർമാറ്റിക് സസ്പെൻഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ ഫ്ലോട്ടിംഗ് ഫീൽ ഇല്ല. പക്ഷേ ഒരു ഹാഷ് ആയിട്ടുള്ള സസ്പെൻഷനാണെന്ന് പറഞ്ഞുകൂടാ. നമുക്കറിയാം E-ക്ലാസ്സിലുള്ള പോലെ തന്നെ ട്രാവലിംഗ് കംഫർട്ട് കിട്ടുന്ന സസ്പെൻഷനാണ്. പക്ഷേ നമ്മൾ ഈ റോഡ് മോശമായിട്ടുള്ള സ്ഥലത്തൂടെ പോകുമ്പോൾ നമുക്ക് ആ ഒരു ഫീല്, റോഡിൻ്റെ ഒരു ഡാമ്പെല്ലാം കുറച്ച് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിൽ തന്നെ സസ്പെൻഷനുള്ളത്. പക്ഷേ അത് നമുക്ക് ഗുണം ചെയ്യുന്ന ഡ്രൈവിങ്ങിലാണ്. അത്യാവശ്യം നല്ല ഡ്രൈവ് ചെയ്യുമ്പോൾ, ഹാർഡായിട്ടുള്ള ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശരിക്കും ആ ഒരു കോൺഫിഡൻസ് സസ്പെൻഷനും കിട്ടുന്നത് ലഭിക്കുന്നുണ്ട്. കാരണം ബോഡി സ്റ്റേബിളാണ്, ബോഡി റോള് കുറവാണ്. അപ്പോൾ അത് നമുക്ക് ഏതായാലും ഇതിൻ്റെ മുമ്പ് തന്നെ ഞാൻ മുമ്പത്തെ ഡ്രൈവിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ള കാര്യം ഗ്രൗണ്ട് ക്ലിയറൻസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ എയർമാറ്റിക് സസ്പെൻഷൻ അല്ലാത്തതുകൊണ്ട് ഇത്ര ഹമ്പൊന്ന് കയറുമ്പോൾ മുമ്പ് CLSൽ ഇത്രയും കോൺഫിഡൻസിൽ എടുക്കാൻ പറ്റാറില്ല. നമുക്കൊരു ചെറിയ പേടിയുണ്ടാവും, അടി തട്ടുമോ എന്നുള്ള. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചായിരുന്നു എടുത്തിരുന്നത്. ഇപ്പോൾ ആ പ്രശ്നം വരുന്നില്ല. ഇപ്പോൾ ആക്ച്വലി ആ ഗ്രൗണ്ട് ക്ലിയറൻസിലുള്ളതിൻ്റെ ഫീൽ ശരിക്കും മനസ്സിലാവുന്നുണ്ട്. അടുത്ത് പോകാൻ പറ്റുന്നുണ്ട്. വലിയ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇഷ്യൂസ് ഒന്നും അന്ന് ഞാൻ ഡ്രൈവ് ചെയ്തപ്പോഴും ഒന്നും അനുഭവിച്ചിട്ടില്ല. പിന്നെയുള്ള സ്റ്റിയറിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് അല്ല. പക്ഷേ അതൊരു ഡ്രോബാക്ക് ആയിട്ടല്ല ഞാൻ പറഞ്ഞില്ല. സാധാരണ മെർക്കിൽ ഡ്രോബാക്ക് ആയിട്ട് പലരും പറയാറുള്ള സോഫ്റ്റ് സ്റ്റിയറിംഗ് ആണെന്നുള്ള. അങ്ങനെയല്ല, കുറച്ച് ഹാർഡായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഡ്രൈവ് കോൺഫിഡൻസ് ലഭിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് സാധാരണ മെർക്കിൽ കിട്ടുന്ന അഡ്വാൻറ്റേജ് എപ്പോഴും മെന്യൂവർ ചെയ്യാനുള്ള സുഖമാണ്. ചെറിയ സ്ഥലത്ത് നിന്ന് ഓടിച്ചെടുക്കാൻ പറ്റുന്നതും അതുപോലെ തന്നെ പെട്ടെന്ന് സിറ്റിയിൽ കൊണ്ടെടുക്കുമ്പോൾ സുഖമാണ്. അതിന് ഈ സ്റ്റിയറിങ്ങിനെ കൊണ്ട് ഒരു ബുദ്ധിമുട്ടുമില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ സാധാരണ എല്ലാ മെർക്കിലെ പോലെ തന്നെ നല്ല ടേണിംഗ് റേഡിയസ് ആണുള്ളത്. അല്ല പറഞ്ഞാൽ കുറഞ്ഞ ടേണിംഗ് റേഡിയസ് ആണ് പൊതുവെ ശരിക്കും നമ്മൾ മെൻഷൻ ചെയ്യണമെങ്കിൽ. പിന്നെ ബ്രേക്കിംഗ് എഫിഷ്യൻസിയും നല്ല ഇമ്പ്രൂവ് ചെയ്തിട്ടുള്ള ബ്രേക്കിംഗ് ആണ്. നമുക്ക് ഡൗട്ടില്ല, വളരെ സേഫ് ആയിട്ടുള്ള ബ്രേക്കിംഗ് ആണ്. നമ്മൾ ഓരോ ബ്രാൻഡ് എടുത്തിട്ട് ഇഞ്ച് ടു ഇഞ്ച് ബ്രേക്കിംഗ് നോക്കുമ്പോഴുള്ള എഫിഷ്യൻസി ഞാൻ നോക്കിയിട്ടില്ല. പക്ഷേ പ്രാക്ടിക്കലി നമുക്ക് വേണ്ട ബ്രേക്കിങ്ങും സേഫ്റ്റി എലമെൻറ്റ്സ് എല്ലാം കിട്ടുന്നുണ്ട്. 9 എയർബാഗ്സ് ഉണ്ട്, പ്രീ സേഫ് സിസ്റ്റം ഉണ്ട്. ഇതെല്ലാം മെർസിഡീസിൻ്റെ ആക്റ്റീവും പാസീവും ആയിട്ടുള്ള എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സുമാണ്. അതുകൊണ്ട് തന്നെ NCAP-ലെല്ലാം തന്നെ 5 സ്റ്റാർ റേറ്റിംഗുള്ള ഒരു കാറുമാണ് CLS. ഈ ഡ്രോബാക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തതിൽ 1-2 കാര്യങ്ങൾ മെൻഷൻ ചെയ്യാം. ഒന്ന്, ബേസിക്കലി ഈ ഒരു കളറാണ് ഇൻറ്റീരിയറിൻ്റെ. ഇത്രയും വൈറ്റിഷ് ബേജ് ആകുമ്പോഴുള്ള പ്രശ്നം നമ്മളെ നാട്ടിൽ പെട്ടെന്ന് മഴക്ക് പിടിക്കും. പ്രത്യേകിച്ച് ഈ ഒരു സ്റ്റിയറിങ്ങിൽ നമുക്കത് സ്റ്റിയറിംഗ് വേണം ബ്ലാക്ക് ഹാൻഡിലുള്ള സ്റ്റിയറിംഗ് ആണെങ്കിലും വുഡനോ ഇനി വേറെ എന്തെങ്കിലും ഫിനിഷ് ആണെങ്കിലും തന്നെ പ്രാക്ടിക്കലി നല്ലതാണ്. പക്ഷേ ഇതൊരു ഡ്രോബാക്ക് ആയിട്ട് തന്നെ കണ്ടൊരു കാര്യമാണ്. പിന്നെ ഡ്രോബാക്കുള്ള പവർ ട്രെയിനിൻ്റെ ഒരു ഡ്രോബാക്കാണ്. പവറോ അല്ലെങ്കിൽ എഫിഷ്യൻസി ഒന്നുമില്ല. പക്ഷേ റിഫൈൻമെൻറ്റ് പാർട്ടിൽ എനിക്ക് ചെറിയൊരു ഡ്രോബാക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി നമ്മൾ ത്രോട്ടിൽ കൊടുക്കുമ്പോൾ. അപ്പോൾ ഇതിൽ വന്നിരിക്കുന്നത് ഡീസലാണ്. ഡീസൽ നമുക്കറിയാം കുറച്ച് നോയ്സ് ആയിരിക്കും. പക്ഷേ ഈ ഒരു നോയ്സ് കയറുന്നുണ്ട് ക്യാബിനിലേക്ക്. അപ്പോൾ അതെനിക്കൊരു ഡ്രോബാക്ക് ആയി തോന്നി. അത്ര റിഫൈൻഡ് ഫീലല്ല ലഭിക്കുന്നത്. ഇതിന് മെർസിഡീസ് പറയുന്നൊരു കാര്യം, പൊതുവേ ഇന്ത്യൻ ഫ്യൂവലിൻ്റെ ക്വാളിറ്റി മോശമാണ്. അതുകൊണ്ട് എന്താ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം റിഫൈൻഡ് ആയിട്ട് വരുന്ന വെഹിക്കിൾസ് പിന്നീട് നോയ്സി ആയി മാറാറുണ്ട്. അത് പ്രാക്ടിക്കലി ശരിയാണ്. പല കാസും നമ്മൾ പിന്നീട് നോയ്സി ആയിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു നോയ്സി പാർട്ട് പിന്നീട് ഉണ്ടാകുന്ന ഇപ്പം തന്നെ ആ ഒരു പാർട്ടിലേക്ക് എത്തിച്ചാൽ അത് സ്റ്റേബിളായിട്ട് നിൽക്കും എന്നുള്ളൊരു ന്യായമാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടില്ല ആ ഒരു ഫീൽ, ആ ഒരു എൻജിൻ നോയ്സിൻ്റെ ഫീല് എനിക്ക് അത്ര റിഫൈൻഡ് ആയിട്ട് ഇപ്പോഴും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇത്രയും നമ്മൾ എക്സ്പെൻസീവ് കാറാണെങ്കിലും മെർസിഡീസിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് MBUX എന്നുള്ള ആ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഇതിൽ വന്നിട്ടില്ല. നമുക്കിപ്പോൾ കിട്ടുന്ന ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ടച്ച് കൺട്രോൾ അല്ല, വോയിസ് കമാൻഡും ഇല്ല.
വോയിസ് കമാൻഡ് ഉണ്ട്, പക്ഷേ MBUXൻ്റെ ഹേ മെർസിഡീസ് എന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന ആ ഒരു സിസ്റ്റം ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അതെല്ലാം നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. കാരണം നമ്മൾ ഇത്രയും സ്പെൻഡ് ചെയ്ത് വാങ്ങുന്ന കാറിൽ നമുക്ക് അതും കൂടെ കിട്ടുക എന്ന് പറഞ്ഞ് ന്യായമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. സോ ഈ 2-3 ഡ്രോബാക്സ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നേരത്തെ പോലെ റിയറിലുള്ള ഒരു ഡിസൈൻ എലമെൻറ്റ് എനിക്കതെന്തോ ഇപ്പോഴും CLSൽ ഇപ്പോഴും കംപ്ലീറ്റ്ലി ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ആ ഒരു ഡിസൈൻ ഫോം പറഞ്ഞ പോലെ തന്നെ CLAയിലും മറ്റേലും വന്നിട്ടുണ്ട്, അതെല്ലാം ബെറ്ററായി തോന്നിയിട്ട് CLS ഷുഡ് ഹാവ് ബീൻ മോർ എലഗൻറ്റ് എന്നുള്ളൊരു അഭിപ്രായം എനിക്കിപ്പോഴും ഉള്ളത്. പക്ഷേ ബാക്കിയെല്ലാം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഒരു ക്ലാസ് കസ്റ്റമേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ക്ലാസ് ഇന്ത്യയിൽ ലോങ് വീൽ ബേസേ ഉള്ളൂ. പക്ഷേ എന്നെ പോലെ ഒരാൾക്ക് എനിക്ക് ഒരു ക്ലാസ് വാങ്ങുകയാണെങ്കിൽ ഞാൻ കൂടുതൽ ഡ്രൈവ് ചെയ്യുന്നതായിരിക്കും. വെറുതെ ഒരു എക്സ്ട്രാ ഒരു സ്പേസ് ആയിട്ട് എനിക്കിപ്പോഴും ഫീൽ ചെയ്യാറില്ല. അപ്പോൾ ആ നോർമൽ 2 വേരിയൻ്റ് ഇല്ലാത്ത ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ പറ്റുന്നൊരു കാറാണ് CLS. റിയർ സീറ്റ് ആണെങ്കിൽ അത്യാവശ്യം കംഫർട്ടബിൾ അല്ലാണ്. പക്ഷേ ക്ലാസിൻ്റെ പോലെ അല്ല, നമ്മൾ സെൽഫ് ഡ്രിവൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതായിരിക്കും കുറേ ബെറ്റർ ചോയ്സ് ആയിരിക്കും ഫീൽ ചെയ്യുന്നത്. സെയിം ക്ലാസ് പ്ലാറ്റ്ഫോമാണ്, പ്രാക്ടിക്കലായിട്ടുള്ളൊരു പവർ ട്രെയിൻ ഉണ്ട്. ഇതിൻ്റെ എല്ലാം പുറമെ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു സിഡാൻ ഫോമാണ് CLSനുള്ളത്. സോ CLSൻ്റെ ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് ആക്ച്വലി എൻ്റെ സെക്കൻഡ് ഡ്രൈവാണ് CLSൻ്റെ. ആദ്യത്തെ ഡ്രൈവ് ഡൽഹി ആയിരുന്നു. ഡൽഹിയിലുള്ള ഡ്രൈവിനേക്കാളും എനിക്ക് ഇന്നത്തെ ഡ്രൈവ് കുറച്ചുകൂടി ബെറ്ററായി തോന്നിയിട്ടുണ്ട്. അതിന് 2 കാരണമുണ്ട്. ഒന്ന്, വണ്ടിനുള്ളിൽ ഇരിക്കുമ്പോഴുള്ള ആ ഒരു ഫീൽ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഗ്ലോസി വുട്രിമല കൊണ്ട് കിട്ടുന്ന ഒരു ഫീല് കുറച്ചുകൂടി ഒരു എലഗൻറ്റ് ഫീലുണ്ട്. രണ്ടാമതൊരു കാര്യമുള്ളത്, നമ്മുടെ ഈ നാടിൻ്റെ ഒരു മനോഹാരിത, ഗ്രീനറിയും നീറ്റായിട്ടുള്ളൊരു സിറ്റുവേഷനും ഇതെല്ലാം നമുക്ക് കുറച്ചൊരു പ്ലസൻറ്റ് ഫീലാണ് ലഭിക്കുന്നത്. എപ്പോഴും നമ്മൾ ഹൈജീനിക്കാണ്, നമുക്കറിയാം നമ്മളെ നാടിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം. അതിൻ്റെ ഒരു ഭാഗമാണ് നമ്മുടെ ഒരു സേഫ്റ്റി. ഇപ്പം നമ്മൾ ഈ ഒരു കടന്നു പോകുന്ന കാലഘട്ടത്തിലും നമ്മൾ വേണ്ട ഒരു കാര്യം സേഫ്റ്റിയാണ്. അപ്പോൾ ആ സേഫ്റ്റി വെച്ചിട്ട് നിങ്ങളെല്ലാവരും തന്നെ സേഫായിരിക്കുക. സോ ഇത്തരത്തിൽ നമ്മൾ ഫാസ്റ്റായിട്ട് പോകുന്ന രീതിയിലല്ല നമ്മുടെ എക്കണോമി ഇപ്പോൾ ഉള്ളത്. എക്കണോമി കുറച്ച് സ്ലോ ആയിട്ട് നിൽക്കുന്ന എക്കണോമിയാണ്. നമ്മളെല്ലാവരും തന്നെ കോവിഡിന് ശേഷം കുറച്ച് സാമ്പത്തികമായിട്ടെല്ലാം തന്നെ ഞെരുക്കത്തിലുള്ള സന്ദർഭത്തിലുള്ള ഈ ഒരു സമയത്ത് മെർസിഡീസിൻ്റെ തന്നെ പാരൻറ്റ് കമ്പനിയായിട്ടുള്ള ഡാംലർ, അവരുടെ ഫിനാൻസ് വിങ്ങായിട്ടുള്ള ഡാംലർ ഫിനാൻസ് നല്ലൊരു ഓണർഷിപ്പ് സ്കീം വിഷ് ബോക്സ് എന്ന് പറയുന്ന ആ ഒരു സ്കീമിൻ്റെ അണ്ടറിൽ കൊണ്ടുവരുന്നുണ്ട്. 3 മെയിൻ എലമെൻറ്റ്സ് അതിലുള്ള. അതിലൊന്ന് EC10 എന്ന് പറഞ്ഞ സ്കീമാണ്. നമുക്കറിയാം സാധാരണ 3 വർഷം മുതൽ 5 വർഷം വരെയാണ് മാക്സിമം ഒരു ലോൺ പീരീഡ് കിട്ടുക. 3 വർഷമായിരുന്നു പൊതുവെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് തന്നെ ഡാംലർ ഫിനാൻസിൽ മുമ്പ് 5 വർഷം വരെ ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം 10 വർഷം വരെയുള്ള ലോണാണ് നമുക്ക് ലഭിക്കുന്നത്. അതും തന്നെ വളരെ കുറഞ്ഞ EMI ആയിട്ട് 1499 വരെ ഉള്ള രീതിയിലുള്ള. അത് നമ്മൾ എലിജിബിൾ ആണെന്നുണ്ടെങ്കിൽ 1499 മുതലുള്ള EMIയിൽ നമുക്ക് ലഭിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു സന്ദർഭത്തിൽ നമുക്ക് വരുമാനമെല്ലാം കുറവാണ്, ബിസിനസ് വീക്കായി നിൽക്കുകയാണ്. ഇപ്പോൾ പ്രൊഫഷണൽസ് ആണെങ്കിലും ക്ലയൻസ് എല്ലാം കുറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ സമയത്ത് 3 മാസത്തെ EMI ഹോളിഡേ ലഭിക്കേണ്ടത്. അത് 3 മാസത്തെ EMI നമ്മൾ അടിക്കേണ്ടതില്ല. അതും നല്ലൊരു അഡ്വാൻറ്റേജാണ്. മൂന്നാമത്തെ കാര്യം വരുന്നത് സ്റ്റെപ്പ് അപ്പ് 2020 എന്ന് പറയുന്ന ഒരു സ്കീമാണ്. അതിൽ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെൻറ്റ് 15 to 20% ഡൗൺ പേയ്മെൻറ്റിൽ നമുക്ക് വണ്ടി സ്വന്തമാക്കാം. ഓരോ വെഹിക്കിളിൻ്റെ കോസ്റ്റിൻ്റെ 15 to 20% നമ്മളെ എലിജിബിലിറ്റി അനുസരിച്ചിട്ട് നമുക്ക് പേ ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്വന്തമാക്കാൻ പറ്റും. ഇത് 3ഉം തന്നെ വളരെ അട്രാക്റ്റീവ് സ്കീമായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. മെർസിഡീസിൻ്റെ പാരൻറ്റ് കമ്പനി ഡാംലർ ഫിനാൻസിൻ്റെ അണ്ടറിൽ വരുന്ന സ്കീമാണത്. വിഷ് ബോക്സ് നേരത്തെ നമുക്ക് അറിയാമായിരുന്നു, വിഷ് ബോക്സ് എന്ന് പറഞ്ഞൊരു സ്കീം ഉണ്ടായിരുന്നു, അതിൻ്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. സോ ഈ 3 കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ള പുതിയ സ്കീം ഈ ഒരു സന്ദർഭത്തിൽ നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അടുത്ത ആഴ്ച കാണുന്നവരെ സ്റ്റേ സേഫ്.